പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, കരുണയുള്ള ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ അവിടുത്തെ പൊന്നുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും അത് പ്രാണനെയും സന്ധി മജ്ജകളെയും വേർതിരിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമായ അവിടുത്തെ തിരുവചനത്തിന് മുൻപാകെ ഞങ്ങൾക്ക് കടന്നു വരുവാൻ അവിടുന്ന് ഈ ദിവസവും ഭാഗ്യം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വചനം കർത്താവെ, ഞങ്ങളുടെ ഇടയിൽ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി ഞങ്ങളുടെ ഇടയിൽ വ്യാപരിക്കുന്ന അവിടുത്തെ വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് അവിടുത്തെ തിരുവചനത്തിൻ്റെ കേൾവിയിലൂടെ ഞങ്ങളെ എല്ലാവരെയും പ്രകാശിപ്പിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇരുളൊട്ടുമില്ലാതെ വെളിച്ചത്തിൻ്റെ മക്കളായി ഈ ദുഷ്ട തലമുറയിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിൽ അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തോട് അവിടുന്ന് ഇടപെടണമേ. ഞങ്ങൾക്ക് ഇന്ന് തിരുവചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ആശ്വാസം പെയ്തിറങ്ങുവാൻ ഇടവരുത്തണമേ. കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയത്തോട് ഇടപെട്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള സുബോധം ഞങ്ങൾക്ക് തരണമേ. കർത്താവെ, ഞങ്ങളെ തന്നെ കാണുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൂടുതലായി കർത്താവെ നിൻ്റെ കൃപ തരണമേ. കർത്താവെ, ഞങ്ങളുടെ ഉള്ളിലെ മടുപ്പുകളും നൈരാശ്യങ്ങളും എല്ലാം മാറിപ്പോകുവാൻ ഇടവരുത്തണമേ. ഇന്ന് ഞങ്ങളെ ആകമാനം അവിടുന്ന് കഴുകണമേ. അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തി ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ദൈവമേ, അവിടുത്തെ തിരുവചനത്തിന് മുൻപാകെ ഞങ്ങൾ വന്നിരിക്കുന്ന ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്തിൻ്റെ ദിവസങ്ങളാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അനുഭവിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹം പകരുന്നിടത്തെല്ലാം, കടന്നു വരുന്നിടത്തെല്ലാം കർത്താവെ അവിടെ രൂപാന്തരം നടക്കുമെന്ന്, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്ഥിതി മാറുമെന്ന്, ഞങ്ങളുടെ സാഹചര്യങ്ങൾ ആകമാനം മാറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഇന്ന് ഹൃദ്യമായിട്ട് അവിടുന്ന് ഞങ്ങളോട് ഇടപെടണമേ. കർത്താവെ, എൻ്റെ യേശുവപ്പ, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളുടെ വലത്ത് ഭാഗത്ത് ഞങ്ങൾക്ക് തണലായിട്ടുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ കർത്താവെ, ഇന്ന് താണുപോയ തലകളെ അവിടുന്ന് പിടിച്ച് ഉയർത്തണമേ. കർത്താവെ, ഞങ്ങൾക്ക് ചുറ്റും പരിചയമായി നിൽക്കുന്ന സൈന്യങ്ങളുടെ ദൈവത്തെ കാണുവാൻ കർത്താവെ, ഞങ്ങളുടെ മുൻപിൽ കരകവിഞ്ഞൊഴുകുന്ന യോർദാനെ വിഭാഗിക്കുവാൻ കഴിവുള്ള ദൈവത്തെ കാണുവാൻ, ഞങ്ങളുടെ മുമ്പിൽ ആർത്തിരമ്പുന്ന ചെങ്കടലിൽ ചെങ്കൽപ്പാതി ഒരുക്കുവാൻ ശക്തനായ ദൈവത്തെ ഞങ്ങളുടെ മുമ്പിൽ കാണുവാൻ കർത്താവെ, ഈ ദിവസം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, നിനക്ക് അസാധ്യമായതൊന്നുമില്ലല്ലോ. കർത്താവെ, മനുഷ്യർക്ക് സകലവും അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് ഞങ്ങൾ അങ്ങയുടെ വചനത്തിൽ വായിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ മുൻപിൽ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും മുൻപിലുള്ള അസാധ്യങ്ങളെ അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ അത്ഭുത കൃപ ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പറയുവാൻ കർത്താവെ, നിസ്സാരരായ ഞങ്ങളോട്, കർത്താവെ, ലോകത്തിൽ ഞങ്ങൾക്ക് ആരുമില്ലെന്ന് കരുതുന്ന ഞങ്ങളോട് കർത്താവെ, ഞങ്ങൾ നിൻ്റെ അത്ഭുത സാന്നിധ്യം കാണട്ടെ. കർത്താവെ, എൻ്റെ യേശുവെ, നിന്നോട് ചേർന്ന് നിന്ന് ഒരു മഹാസൈന്യമായി നിവർന്നു നിന്ന് കർത്താവെ, ഞങ്ങളുടെ ശുശ്രൂഷകളിലൂടെ ചലിക്കുന്ന അനേക പ്രാണികൾ ഉണ്ടാകുവാൻ കർത്താവെ, അനേകർ കർത്താവെ താഴ്വരയിൽ ജീവനറ്റ അസ്ഥികളിലേക്ക് കാറ്റ് വന്നപ്പോൾ, കർത്താവെ, ആത്മാവ് വന്നപ്പോൾ അവർ ജീവനുള്ളവരായി തീർന്നതുപോലെ ഈ താഴ്വരയിലേക്കും ഇന്ന് ശക്തമേറിയ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് ആഞ്ഞു വീശുവാൻ ഇടവരുത്തണമേ. കർത്താവെ, ജീവനുള്ള ദേഹികളായി എഴുന്നേറ്റ് നിന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവെ, സ്തുതിയുടെ ശബ്ദം ഞങ്ങളുടെ നടുവിൽ നിന്ന് ഉയരുവാൻ കർത്താവെ, സ്തുതിയുടെ തേരിൽ നിത്യനായ ദൈവം ഞങ്ങളുടെ അരികത്തേക്ക് ഇറങ്ങി വരുന്നത് കാണുവാൻ ഞങ്ങൾക്കിന്ന് കൃപ തരണമേ. കർത്താവെ, നിൻ്റെ അത്ഭുതമാർന്ന കരങ്ങളിലേക്ക് ഞങ്ങളുടെ ഏതുമല്ലാത്ത ജീവിതം, ഒന്നുമല്ലാത്ത ജീവിതം ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. കർത്താവെ, ഞങ്ങൾ അറിയുന്നു കർത്താവെ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ നിനക്ക് കഴിയും, ഞങ്ങളെ ഉയർത്തുവാൻ നിനക്ക് കഴിയും, ഞങ്ങളെ കുപ്പയിൽ നിന്ന് ഉയർത്തുവാൻ നിനക്ക് കഴിയും, ഞങ്ങളെ താഴ്ചയിൽ നിന്ന് ഉയർത്തുവാൻ നിനക്ക് കഴിയും. കർത്താവെ, നിൻ്റെ കരങ്ങളിലേക്കെല്ലാം ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, ഈ ദിവസം ഒരത്ഭുതത്തിൻ്റെ ദിവസമാക്കി മാറ്റി തരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പൈതൽ അവിടുത്തെ തിരുവചനം പറയാൻ നിൽക്കുമ്പോൾ വായിൽ വചനം നൽകപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേൾക്കുന്നവർക്ക് കൃപ ലഭിപ്പാൻ ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും വായിൽ നിന്ന് പുറപ്പെടുവാൻ ഇടവരുത്തരുതേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടുത്തെ തിരുവചനത്തിൻ്റെ മുൻപാകെ ഏകാഗ്രതയോടെ ഇരിപ്പാനുള്ള കൃപ തരണമേ. അവിടുത്തെ തൃക്കരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തി
ഏൽപ്പിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ നടുവിൽ യേശു വരുന്നതിൻ്റെ മഹത്വം മുഴുവനും ഞങ്ങൾ അപ്പന് മാത്രം സമർപ്പിക്കുന്നു കർത്താവെ. സകല മാനവും മഹത്വവും യേശുപ്പന് മാത്രം ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. നീ ഞങ്ങളുടെ നടുവിൽ കടന്നു വരാനുള്ള യോഗ്യത ഞങ്ങൾക്ക് ഉണ്ടായിട്ടല്ല കർത്താവെ, എങ്കിലും ഞങ്ങൾ ഓരോ പ്രാവശ്യവും കൂടി വരുമ്പോൾ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ നടുവിൽ തേജസ്സോടെ ശക്തിയോടെ ഇറങ്ങി വരുന്നത് അവിടുത്തെ പൊന്നുനാമ മഹത്വത്തിന് വേണ്ടി മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ഇന്ന് ഞങ്ങൾ സകല മഹത്വവും അങ്ങേക്ക് മാത്രം അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ പൊന്നുവാദത്തിൽ ഞങ്ങൾ താണിരിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചന ശുശ്രൂഷയിൽ ചേർന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എൻ്റെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവ തിരുസന്നിധിയിൽ ഒരുമിച്ചായിരിക്കുവാനും തിരുവചനം ധ്യാനിക്കുവാനും തക്കവണ്ണം ദൈവം നമുക്ക് നൽകിത്തന്ന അനുഗ്രഹിക്കപ്പെട്ടതായ ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നതായ ഈ നാളുകളിൽ നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്നതായ സംഭവങ്ങളെല്ലാം തിരുവചന സത്യങ്ങളുടെ നിവൃത്തീകരണമെന്ന് ഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ അവനോട് കൂടെ ചേർക്കപ്പെടുന്നതായി വിശുദ്ധന്മാരുടെ നിരയിലായി തീരുവാൻ തക്കവണ്ണം കർത്താവെ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ കേൾക്കുന്നതായി ഈ വചനം ഞങ്ങളെ ഒരുക്കണമേ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടെ ദൈവവചനത്തിന് കീഴിൽ നമുക്ക് ചേർന്നിരിക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ മടങ്ങിവരവെങ്കിൽ എടുക്കപ്പെടുന്ന മണവാട്ടി സഭ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം എന്ന് കഴിഞ്ഞ ചില ആഴ്ചകളായി നാം ചിന്തിച്ച് പോരുകയാണ്. പ്രവാചകനായ യെഹെസ്കേലിന് പുതിയ നിയമസഭയുടെ ഒരു വെളിപ്പാട്, യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷതയായി, ദൈവ മഹത്വമായി ഈ ഭൂമിയിൽ ശോഭിക്കുന്നതായ സഭയെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം നമുക്ക് ധ്യാനത്തിന് ആധാരമായി ഇന്ന് വായിച്ച് കേൾക്കാം. 10 വരെയുള്ളതായ വാക്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാക്യമായി നാം ചിന്തിച്ച് പോരുകയാണ്. കേബാർ നദിയുടെ തീരത്ത് ബാബേൽ പ്രവാസികളുടെ നടുവിൽ പ്രവാചകനായിരിക്കുമ്പോൾ ലഭിക്കുന്നതായ വെളിപ്പാട്. 10-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖമുണ്ടായിരുന്നു. 4നും വലത്തു ഭാഗത്ത് സിംഹമുഖവും ഇടത്തു ഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. 4നും കഴുകുമുഖവും ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു അവയുടെ മുഖങ്ങൾ. അവയുടെ ചിറകുകൾ മേൽഭാഗം വിടർന്നിരുന്നു. അവയ്ക്ക് മനുഷ്യമുഖമുണ്ടായിരുന്നു. 4നും വലത്തു ഭാഗത്ത് സിംഹമുഖവും ഇടത്തു ഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. 4നും കഴുകമുഖവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ച് നിർത്തിയതായ വേദഭാഗത്താണ് നാം ഇന്ന് ധ്യാനിക്കുവാനായിട്ട് ആരംഭിക്കുന്നത്. പ്രവാചകന് ദൈവസഭയുടെ വെളിപ്പാട് ലഭിക്കുന്നത് ചില ആത്മീക അനുഭവങ്ങളുടെ നടുവിൽ 4
മുഖങ്ങളുള്ള 4 മുഖങ്ങൾ വീതമുള്ള ഒരു ജീവിയുടെ ദർശനമായിട്ടാണ് ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ചേർന്ന് പാടാം. യജമാനൻ വരുമന്നേരത്തുണർവുള്ളവരായി. യജമാനൻ വരുമന്നേരത്തുണർവുള്ളോരായി തൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോരോ ധന്യരാം. പകലെല്ലാം തൻ കൂടെ പണിതോ കവനര കേട്ടി പരികർമ്മിച്ചിടും. താതനിരുത്തും മേശയ്ക്കായി പരികർമ്മിക്കും സുതൻ. ൃക്കുദിശ പാറക്കലിത്ത മുടയും ഓരോ മുടി. ഹാലേലുയ്യ ചൂടും മകുടത്തിൽ. 4 മുഖങ്ങൾ നാം ഇവിടെ കാണുകയാണ്. ഒന്ന് മനുഷ്യമുഖം, 2 സിംഹമുഖം, 3 കാളമുഖം, 4 കഴുകമുഖം. മുഖം അത് സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. സ്വഭാവത്തിൻ്റെ പൂർണ്ണതയെയാണ് കാണിക്കുന്നത്. മനുഷ്യമുഖം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ നിറഞ്ഞു നിന്ന സ്നേഹത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പൂർണ്ണതയെയാണ് കാണിക്കുന്നത്. യേശുക്രിസ്തുവിൽ നിറഞ്ഞു നിന്ന സ്നേഹത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പൂർണ്ണതയെ കാണിക്കുകയാണ്. നാം സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ 4 സുവിശേഷങ്ങളും യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന 4 സ്വഭാവങ്ങളെയാണ് കാണിക്കുന്നത്. അതിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ മനുഷ്യനായി കാണിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ക്രിസ്തുവിനെ രാജാവായി ചിത്രീകരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ക്രിസ്തുവിനെ ദാസനായി ചിത്രീകരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ക്രിസ്തുവിനെ മനുഷ്യനായി വൈദ്യനായി ലൂക്കോസ് ശുശ്രൂഷിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ പൂർണ്ണ ദൈവമായ ക്രിസ്തുവാണ് വെളിപ്പെടുന്നത്. അതിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുവിനെ മനുഷ്യനായി കാണിക്കുകയാണ്. മനുഷ്യമുഖം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൽ നിറഞ്ഞു നിന്ന സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം നാം വായിക്കുമ്പോൾ പുതിയ നിയമ സഭയും ഈ പൂർണ്ണത പ്രാപിക്കണം എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. യേശുക്രിസ്തുവിലുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ പൂർണ്ണത. തൻ്റെ സഭ ക്രിസ്തുവിൻ്റെ ഭാവമുള്ളതായി നിൽക്കണം, സ്വഭാവമുള്ളതായി നിൽക്കണം ഈ ഭൂമിയിൽ. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത പുതിയ നിയമസഭ പ്രാപിക്കണം. സ്നേഹത്തിൽ പൂർണ്ണപ്പെട്ടിരിക്കണം. 1 യോഹന്നാൻ 2:5 നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. ആരെങ്കിലും അവൻ്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ, തിരുവചനം പറയുകയാണ്, ഈ ഭൂമിയിൽ ആരെങ്കിലും
അവൻ്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവൻ്റെ വചനം പ്രമാണിക്കുന്നവരിൽ അവൻ്റെ സ്നേഹം തികഞ്ഞിരിക്കുന്നു എന്ന്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത അവൻ്റെ വചനം പ്രമാണിച്ച് നിൽക്കുന്ന ഒരു വിശ്വാസിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത അവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവസ്നേഹം അവനിൽ തികഞ്ഞിരിക്കുന്നു എന്ന് തിരുവചനം പറയുകയാണ്. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. നാം അന്യോന്യം സ്നേഹിക്കുന്നു എങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവൻ്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. ഓർക്കണം, ക്രിസ്തുവിൻ്റെ മടങ്ങി വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ, ക്രിസ്തുവിൻ്റെ മടങ്ങി വരവെങ്കിൽ എടുക്കപ്പെടുന്നതായ മണവാട്ടി സഭ അവൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കണം. മനുഷ്യമുഖം അതിനെയാണ് കാണിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത എങ്ങനെ പ്രാപിച്ചുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ നിൽക്കാം? 2 വാക്യങ്ങളാണ് നാം വായിച്ചത്. ഒന്ന്, അവൻ്റെ വചനം പ്രമാണിക്കുന്നവനിൽ ദൈവസ്നേഹം തികഞ്ഞിരിക്കുന്നു. അപ്പോൾ എങ്ങനെ നിൽക്കണം? വചനം പ്രസംഗിച്ചുകൊണ്ട് നിന്നാൽ പോരാ, പ്രമാണിക്കണം. ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് ഈ ജീവൻ്റെ വചനത്തിനൊത്തവണ്ണം ജീവിച്ച് എൻ്റെ യേശുവിലുള്ളതായ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത പ്രാപിച്ചു നിൽക്കാൻ നാം ആരെല്ലാം കൊതിക്കുന്നുണ്ട്. ഈ അന്ത്യനാളുകളിൽ കർത്താവേ, നിന്റെ വചനപ്രകാരം എനിക്കൊന്ന് ജീവിക്കാൻ, എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനല്ല, മറ്റ് മനുഷ്യരുടെ ആരുടെയും ഇഷ്ടപ്രകാരം ജീവിക്കാനല്ല, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ ജീവൻ നൽകി തന്ന എൻ്റെ പ്രാണപ്രിയനായ യേശുവിൻ്റെ വചനം പ്രമാണിച്ച് നിൽക്കുവാൻ, അവൻ്റെ സ്നേഹവനിൽ തികഞ്ഞു നിൽക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന് സ്തോത്രം, അവൻ്റെ സ്നേഹവനിൽ തികഞ്ഞു നിൽക്കുവാൻ തക്കവണ്ണം ദൈവവരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കണം. ഒന്ന്, അവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും രണ്ടാമത്തെ കാര്യം നാം വായിച്ചത് അന്യോന്യം സ്നേഹിച്ച്. അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവൻ്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. അപ്പോൾ എങ്ങനെ ഈ സ്നേഹത്തിന് തികവ് പ്രാപിക്കാം? നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഈ സ്നേഹത്തിൻ്റെ തികവ് പ്രാപിക്കാം? അന്യോന്യം സ്നേഹിച്ചുകൊണ്ട്, അവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നമുക്ക് ഈ സ്നേഹത്തിൻ്റെ തികവ് പ്രാപിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. അന്യോന്യം സ്നേഹിച്ചുകൊണ്ട് വിശ്വാസികൾ തമ്മിൽ സ്നേഹത്തോടെ പെരുമാറി, സ്നേഹത്തോടെ ജീവിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ തികഞ്ഞു വരണം. വേറെ കുറുക്ക് വഴികളൊന്നുമില്ല. ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് ജീവിച്ച് തമ്മിൽ സ്നേഹിച്ചുകൊണ്ട് ജീവിച്ച് അവൻ്റെ വചനം പ്രമാണിക്കുന്നവനിൽ ദൈവസ്നേഹം തികഞ്ഞിരിക്കുന്നു. അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവൻ്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. സ്നേഹത്തിൻ്റെ തികവ് പ്രാപിക്കുക. ഒന്നാമത്തെ മുഖം മനുഷ്യമുഖം. അതിൻ്റെ പൊരുൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, പഴയ നിയമഭക്തന്മാർ 4 ജീവികൾ, 4 മുഖങ്ങൾ നാം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. അത് ഓരോ ജീവിക്കും ഓരോരോ മുഖങ്ങളെ ഉള്ളൂ.
ഒരു ജീവിയിൽ തന്നെ 4 മുഖങ്ങളുടെയും പൂർണ്ണത നാം കാണുന്നില്ല. എന്നാൽ ഇവിടെ പുതിയ നിയമസഭയുടെ വെളിപ്പാട് ലഭിക്കുമ്പോൾ ഓരോ ജീവിക്കും 4 മുഖങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു കാര്യങ്ങളിലല്ല ഒരു പുതിയ നിയമഭക്തൻ പൂർണ്ണപ്പെട്ട് നിൽക്കേണ്ടത്. പഴയ നിയമഭക്തന്മാർ എല്ലാറ്റിലും പൂർണ്ണപ്പെട്ടവരായിരുന്നില്ല, ഓരോരോ കാര്യങ്ങളിൽ പൂർണ്ണപ്പെട്ടിരുന്നു. കാരണം അവർക്ക് ലഭിച്ചതായ പ്രമാണം തികവുള്ളതായിരുന്നില്ല, ന്യായപ്രമാണം തികവുള്ളതായിരുന്നില്ല. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ കൃപയുടെ പ്രമാണം പൂർണ്ണപ്പെട്ട പ്രമാണമാണ്, തികവുള്ള പ്രമാണമാണ്. ഞാനും നിങ്ങളും ഈ തികവുള്ള പ്രമാണം അനുസരിച്ച് നിന്നാൽ നമ്മിൽ എല്ലാ സ്വഭാവങ്ങളുടെയും പൂർണ്ണത വെളിപ്പെടും. മനുഷ്യമുഖം സ്നേഹത്തെ കാണിക്കുന്നു. യേശുക്രിസ്തുവിൽ സ്നേഹത്തിൻ്റെ പൂർണ്ണതയുണ്ടായിരുന്നു. അവൻ്റെ വചനം പ്രമാണിക്കുന്നവനിൽ ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണതയുണ്ടാകും. അന്യോന്യം സ്നേഹിക്കുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണതയായവൻ നമ്മിൽ വസിക്കുന്നു, അവൻ്റെ സ്നേഹം നമ്മിൽ തികഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ മുഖം സിംഹമുഖമാണ്. സിംഹമുഖം സിംഹമുഖം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെയും ജയജീവിതത്തിൻ്റെയും പൂർണ്ണതയാണ് കാണിക്കുന്നത്. നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം. സിംഹമുഖം വിശ്വാസത്തിൻ്റെയും ജയജീവിതത്തിൻ്റെയും പൂർണ്ണതയാണ് കാണിക്കുന്നത്. ഇത് രണ്ടിലും ഒരു വിശുദ്ധൻ പൂർണ്ണപ്പെട്ട് നിൽക്കണം. പുതിയ നിയമവിശ്വാസി വിശുദ്ധന്മാർ, പുതിയ നിയമവിശുദ്ധന്മാർ വിശ്വാസത്തിൽ പൂർണ്ണപ്പെട്ട് നിൽക്കണം, ജയജീവിതത്തിൽ പൂർണ്ണപ്പെട്ട് നിൽക്കണം. വിശ്വാസത്തിൻ്റെയും ജയജീവിതത്തിൻ്റെയും പൂർണ്ണതയെ കാണിക്കുന്നു. 2 കാര്യങ്ങൾ. സിംഹമുഖം ജയജീവിതത്തിൻ്റെ പൂർണ്ണതയെ കാണിക്കുന്നു, വിശ്വാസത്തിൻ്റെ പൂർണ്ണതയെ കാണിക്കുന്നു. ജയജീവിതത്തിലും വിശ്വാസത്തിലും ഒരു വിശുദ്ധൻ സിംഹത്തിന് സമാനമായി എന്ന് പറഞ്ഞാൽ ഗർജിക്കുന്ന ഒരു സിംഹത്തിന് സമാനമായി നിൽക്കണം. ജീവിത വിശുദ്ധിയുടെ കാര്യത്തിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ യാതൊരു ന്യായീകരണത്തിനും ഇടകൊടുക്കുവാൻ വകയില്ലാതെ സിംഹസമാനമായി ഗർജിക്കുന്നവനായി നിൽക്കണമെന്നാണ് ദൈവത്തിന് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു വെല്ലുവിളിയായിട്ടെടുക്കാൻ കഴിയുമോ? ഒരു വിശുദ്ധൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന ഒരു വിശുദ്ധൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള ജീവിത വിശുദ്ധിയുടെ കാര്യത്തിൽ ഒരു സിംഹത്തിന് സമാനനായി, ഗർജിക്കുന്ന സിംഹത്തിന് സമാനമായി നിൽക്കേണ്ടവനാണ്. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവിൻ്റെ മഹത്വം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അങ്ങനെ നിൽക്കാനാണ്. നമ്മെക്കുറിച്ച് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്ന അങ്ങനെ നിൽക്കാനാണ്. വിശ്വാസത്തിൽ നാം ജീവിക്കണം. ദൈവം നമ്മെക്കുറിച്ച് അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധിയിൽ നാം ജീവിക്കണം, വിശ്വാസത്തിൽ പൂർണ്ണപ്പെട്ട് നിൽക്കണം. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ വിശ്വാസ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. വിശ്വാസ ജീവിതം നയിക്കുന്നതിന് വേണ്ടി. ഒന്നാം ഇസ്രായേലിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പഴയ നിയമ ഇസ്രായേൽ. പഴയ നിയമ ഇസ്രായേൽ പുതിയ നിയമസഭയുടെ നിഴലാണ്. മിസ്രയീമിൽ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ട് കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നതായ പഴയ നിയമ ഇസ്രായേൽ പുതിയ നിയമസഭയുടെ നിഴലാണ്. ഒന്നാം ഇസ്രായേൽ എന്ന് പറയും, രണ്ടാം ഇസ്രായേലാണ് പുതിയ നിയമസഭ.
അപ്പോൾ പഴയ നിയമസഭ, ഇസ്രായേൽ സഭ നാം പഠിക്കുമ്പോൾ അവരെ ദൈവം മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് ചെങ്കടലിൽ കടത്തി മരുഭൂമിയിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ അവരുടെ മരുഭൂമി യാത്ര, പഴയ നിയമ ഇസ്രായേലിന് മരുഭൂമി യാത്ര, പുതിയ നിയമ ഇസ്രായേലായ സഭയുടെ ഈ ഭൂമിയിലെ ജീവിതത്തിന് നിഴലാണ്. മരുഭൂമിയിൽ കൂടി കൊണ്ടുവരപ്പെട്ട ഇസ്രായേൽ ജനതയെ ദൈവം വിശ്വാസ ജീവിതം അഭ്യസിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. പല കാര്യങ്ങളിൽ അവർക്ക് ദൈവം മന്ന കൊടുത്തപ്പോൾ അന്നന്നത്തേക്കുള്ള മന്നയാണ് ദൈവം അവർക്ക് കൊടുത്തത്. നാളെ എന്ത് എന്നുള്ളത് ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്തില്ല, കരുതലും കൊടുത്തില്ല. അന്നന്നത്തേക്കുള്ള മന്ന, നാളെ എൻ്റെ ദൈവം എനിക്ക് പൊഴിച്ചു തന്നാൽ എനിക്കുണ്ട്. ദൈവം പൊഴിച്ചു തരുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതാണ് വിശ്വാസ ജീവിതം. അന്നന്നത്തേക്കുള്ള മന്ന കൊടുത്ത് ദൈവം അവരെ അഭ്യസിപ്പിച്ചു. നമ്മളും അങ്ങനെയാണ്. ഒരു പുതിയ വിശ്വാസി അങ്ങനെയാണ്. നാളെയെക്കുറിച്ച് എൻ മനസ്സിൽ, എൻ്റെ ഉള്ളിൽ ലെവലേശം ഭാരമില്ലാതെ, നാളെയെക്കുറിച്ച് അല്പം പോലും ഭാരമില്ലാതെ, ചിന്താകുലമില്ലാതെ മുന്നോട്ട് പോകുന്നവനാകണം. അന്നന്നത്തേക്കുള്ളത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച്. അതുകൊണ്ടാണ് ഭക്തൻ പാടിയത്, നാളെയെക്കുറിച്ച് എൻ്റെ ഉള്ളിൽ ലെവലേശം ഭാരമില്ല. നമുക്ക് ചേർത്ത് പാടാം. നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലെവലേശം ഭാരമില്ല, നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലെവലേശം ഭാരമില്ല. ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു, തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു, തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാനീ ശോണിതന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു, ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. വൈഷമ്യമുള്ളേതു കുന്നും കരകേറി നടകൊള്ളുവാൻ, വൈഷമ്യമുള്ളേതു കുന്നും കരകേറി നടകൊള്ളുവാൻ, രക്ഷകനൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോൽ ഓടിടും, തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിടും. വൈഷമ്യമുള്ള ഏതു കുന്നും കരകയറി നടകൊള്ളുവാൻ ദൈവത്തിന് സ്തോത്രം. അന്നന്നത്തേക്കുള്ളത്, നാളെ എന്തെല്ലാം വൈഷമ്യങ്ങളെ ഞാൻ നേരിടേണ്ടി വന്നാലും, എന്തെല്ലാം പ്രതികൂലങ്ങളെ തരണം ചെയ്യേണ്ടി വന്നാലും, അന്നന്നത്തേക്ക് എന്നെ പോറ്റുവാൻ, എന്നെ നടത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്നുള്ളതായ വിശ്വാസത്തോടെ നിൽക്കുവാൻ ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവിൻ്റെ മഹത്വം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ, ഒരു വിശ്വാസിയായി ജീവിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. കരുണയുള്ള കർത്താവിന് സ്തോത്രം. സിംഹമുഖം വിശ്വാസ ജീവിതത്തെ കാണിക്കുകയാണ്. വിശ്വാസത്തിൻ്റെയും ജയജീവിതത്തിൻ്റെയും പൂർണ്ണതയെ കാണിക്കുകയാണ്.
വീണ്ടും മൂന്നാമത്തെ മുഖം അത് കാളമുഖമാണ്. കാളമുഖം ഓർക്കണം. ഒന്ന് മനുഷ്യമുഖം, സ്നേഹത്തിൻ്റെ പൂർണ്ണത. രണ്ട് സിംഹമുഖം, ജയജീവിതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പൂർണ്ണത. മൂന്ന് കാളമുഖം. കാളമുഖം മൂന്ന് കാര്യങ്ങളുടെ ഒരു പൂർണ്ണതയെ കാണിക്കുന്നത്. മൂന്ന് സ്വഭാവങ്ങളുടെ സംയുക്ത രൂപത്തെയാണ് കാളമുഖം കാണിക്കുന്നത്. ഒന്ന് അനുസരണം. രണ്ട് യജമാനൻ്റെ ഇഷ്ടം ചെയ്യുക, ദൈവ ഇഷ്ടം ചെയ്യുക. യജമാനൻ്റെ ഇഷ്ടം ചെയ്യുക. മൂന്ന് ഭാരം വഹിക്കുക. ഇങ്ങനെ മൂന്ന് സ്വഭാവങ്ങളുടെ സംയുക്ത രൂപത്തെയാണത് കാണിക്കുന്നത്. കാളമുഖം മൂന്ന് സ്വഭാവങ്ങളുടെ സംയുക്ത രൂപത്തെ കാണിക്കുന്നു. അനുസരണം, യജമാനൻ്റെ ഇഷ്ടം ചെയ്യുക അഥവാ ദൈവ ഇഷ്ടം ചെയ്യുക, ഭാരം വഹിക്കുക. ഇങ്ങനെ മൂന്ന് സ്വഭാവത്തിൻ്റെ പൂർണ്ണതയെ കാളമുഖം കാണിക്കുന്നു. അനുസരണം ഓർക്കണം. അനുസരിക്കുവാനായി സമർപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവ ഇഷ്ടം ചെയ്യാൻ കഴിയുകയുള്ളൂ. ദൈവ ഇഷ്ടം ചെയ്യണമെങ്കിൽ പൂർണ്ണമായിട്ടും അതനുസരിക്കുവാനുള്ള, ദൈവം പറയുന്നത് പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാനുള്ള ഒരു സമർപ്പണം ഉണ്ടാകണം. അങ്ങനെ അനുസരിക്കുവാൻ സമർപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവ ഇഷ്ടം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ദൈവസഭ ദൈവ ഇഷ്ടം ചെയ്യുന്നതായിരിക്കണം. ഈ ഭൂമിയിൽ ദൈവസഭ ദൈവ ഇഷ്ടം ചെയ്യുന്നതായിരിക്കണം. അനുസരണം പഠിക്കുവാൻ നമ്മൾ ചേരേണ്ട ഒരു ബൈബിൾ കോളേജുണ്ട്. ഞാനും നിങ്ങളും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അനുസരണം പഠിപ്പിക്കുന്ന ഒരു ബൈബിൾ കോളേജുണ്ട്. ആ കോളേജിൽ ചേർത്ത് പഠിക്കണം. ഏതാണ് ആ കോളേജ്? അനുസരണം പഠിക്കുവാൻ ചേരേണ്ടതായ ബൈബിൾ കോളേജിൻ്റെ പേര് മത്തായി സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. യേശുവിൻ്റെ നുകം എന്നാണ് ആ ബൈബിൾ കോളേജിൻ്റെ പേര്. അനുസരണം പഠിപ്പിക്കുവാൻ ഈ നുകത്തിൻ്റെ കീഴിലാകണം. മത്തായി 11:29 നമുക്കൊന്ന് വായിക്കാം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. എൻ്റെ നുകം ഏറ്റുകൊണ്ട് ക്രിസ്തുവിൻ്റെ നുകം ഏൽക്കണം. എങ്കിൽ മാത്രമേ അനുസരണം പഠിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് ചേർന്ന് പഠിപ്പീൻ. അനുസരിക്കണം. ക്രിസ്തുവിൻ്റെ നുകമേറ്റുകൊണ്ട്, ക്രിസ്തുവിനോട് ചേർന്ന് നടന്നുകൊണ്ട്, കൂടെ നടന്നുകൊണ്ട്. അപ്പോൾ കാളമുഖം വരണമെങ്കിൽ അനുസരണം ഉണ്ടാകണം. ക്രിസ്തുവിൽ നമുക്ക് ഈ മുഖം കാണുവാൻ കഴിയും. ക്രിസ്തുവിൽ ഈ മുഖം ഉണ്ടായിരുന്നു. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ക്രിസ്തുവിൽ ഈ മുഖം ഉണ്ടായിരുന്നു. എബ്രായർ 5:8. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും
നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. തിരുവചനം പറയുകയാണ്, അവൻ ഈ മുഖമുള്ള ക്രിസ്തുവിൽ ഈ കാളമുഖം നമുക്ക് കാണുവാൻ കഴിയും. അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അനുസരിക്കുക എന്ന് പറയുന്നത് അതിന് പിന്നിൽ ഒരു കഷ്ടമുണ്ട്. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും രക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അനുസരണത്തെ പിന്നിൽ ഒരു കഷ്ടമുണ്ട്. ഇഷ്ടമില്ലാത്തത് ചെയ്യേണ്ടി വരും. മടുപ്പ് തോന്നുന്നതിൽ, അത്ര സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയാത്തതിൽ നടക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നാം കർത്താവിലേക്ക് നോക്കുമ്പോൾ അനുസരിക്കുക എന്ന് പറയുന്നതിന് പിന്നിൽ നമ്മുടെ കർത്താവ് സഹിച്ച കഷ്ടമുണ്ട്. ഇഷ്ടമല്ലാത്തതിൽ നടക്കേണ്ടി വരും. സ്വന്തം ഇഷ്ടത്തിന് വിപരീതമായ വഴിയിൽ നടക്കേണ്ടി വരും. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ നമ്മുടെ കർത്താവിനെ നാം നോക്കുമ്പോൾ കർത്താവ് കഷ്ടാനുഭവങ്ങളിലേക്ക് നടക്കുകയാണ്. നല്ല ധൈര്യത്തോടെ, സന്തോഷത്തോടെ അപ്പനെ അനുസരിക്കുവാൻ. അന്ന് വിറകുകെട്ടും ചുമന്നുകൊണ്ട് അപ്പനെ അനുസരിക്കുവാൻ പ്രിയപ്പെട്ട മകൻ ഇസഹാക്ക് മോറിയാമല ചവിട്ടി കുന്നുകയറിയതുപോലെ നല്ല ധൈര്യത്തോടും സന്തോഷത്തോടും കൂടെ ക്രൂശ് സഹിക്കുവാൻ നമ്മുടെ കർത്താവ് നടന്നു നീങ്ങുകയാണ്. തൻ്റെ കഷ്ടാനുഭവങ്ങളുടെ വഴിയിലേക്ക് ചൂടുവെക്കുകയാണ്. ശിഷ്യന്മാരോടൊരുമിച്ച് പെസഹ ഭക്ഷിച്ച് ആ പെസഹയുടെ രാത്രിയിൽ കെദ്രോൻ തോട്ടിൻ്റെ കരയിലുള്ള ഗെത്സമൻ തോട്ടത്തിൽ കർത്താവ് തൻ്റെ കഷ്ടാനുഭവങ്ങളുടെ വഴികൾ ചവിട്ടി തുടങ്ങുമ്പോൾ അത് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. തൻ്റെ മേൽ വന്നതായ കഷ്ടം തനിക്ക് സഹിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു, താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറം, താങ്ങാൻ കഴിയുന്നതിലും അപ്പുറം അവൻ്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ, പാപം എന്തെന്നറിയാത്തവൻ്റെ മേൽ പാപം ചുമത്തിയപ്പോൾ, നമ്മുടെ എല്ലാവരുടെയും പാപം പിതാവ് അവൻ്റെ മേൽ ചുമത്തിയപ്പോൾ അവന് താങ്ങാൻ കഴിയുന്നില്ല. 26-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 26:39 നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിണ്ണു വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവൻ അല്പം മുന്നോട്ട് നീങ്ങി ചെന്നു, കവിണ്ണു വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ആ കഷ്ടം താങ്ങാൻ കെൽപ്പില്ലാത്തവനായി അവൻ കവിണ്ണു വീണു. സഹിക്കാൻ കെൽപ്പില്ലാത്തവനായി കവിണ്ണു വീണു. കഴിയുമെങ്കിൽ ഒന്ന് മാറ്റിത്തരണമേ എന്ന് അവനെ അപേക്ഷിച്ചു. എന്നാൽ അനുസരണം എൻ്റെ ഇഷ്ടമല്ല, എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല, എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല, എൻ്റെ ഇഷ്ടമല്ല,
നിന്റെ ഇഷ്ടം. അവൻ അനുസരണത്തിൽ തികഞ്ഞവനായി മാറി. 26-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യം. വീണ്ടും അവൻ സങ്കടത്തോടെ എഴുകയാണ്. 26:42. രണ്ടാമതും പോയി, പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിതാവേ, ഞാൻ കുടിക്കാതെ ഈ കഷ്ടതയുടെ പാനപാത്രം ഇത് ഞാൻ കുടിക്കാതെ നീങ്ങിപ്പോകുമെങ്കിൽ, നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു. താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല, സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് ഏൽപ്പിച്ചു കൊടുത്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഫിലിപ്പേ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. അവൻ പിതാവിനോടുള്ളതായ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ. ഫിലിപ്പിയർ 2:6. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ എന്ന് പറഞ്ഞാൽ മുറുകെ പിടിക്കാവുന്ന പലതിനെയും വിട്ടു, പലതിൻ്റെയും പിടിവിട്ടു. മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാമായിരുന്നു. മുറുകെ പിടിക്കാവുന്ന പലതിനെയും വിട്ട്, പലതിൻ്റെയും പിടിവിട്ട് ദാസരൂപമെടുത്ത്, മുറുകെ പിടിക്കാവുന്നതിൻ്റെ പിടിവിട്ട് അവൻ മനുഷ്യനായി. ദൈവമായിരുന്നവൻ മനുഷ്യനായി. ദൈവത്തിന് സ്തോത്രം. അവൻ അനുസരണമുള്ളവനായി മാറി. എല്ലാറ്റിനും അനുസരണത്തിൽ പൂർണ്ണതയുള്ളവനായി അവൻ മാറി. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ആരുടെ എല്ലാവണ്ണം കുതിക്കുന്നുണ്ട്. കർത്താവേ, ഞാൻ പിടിച്ചിരിക്കുന്ന ഇന്ന കാര്യം നിന്റെ ഇഷ്ടപ്രകാരമല്ല എങ്കിൽ ഞാൻ അവിടെ നിന്ന് എൻ്റെ പിടിവിടുകയാണ്. ഞാൻ എൻ്റെ പിടിവിടുകയാണ്. വേണ്ട കർത്താവേ, നിന്റെ ഇഷ്ടം മതി. ഇന്ന് പലതിലും പിടിച്ചിരിക്കുന്നവരുണ്ടോ? പലതിലും തൊട്ടു നിൽക്കുന്നവരുണ്ടോ? ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായുള്ള പലതിലും തൊട്ടു നിൽക്കുന്നവരുണ്ടോ? പിടിവിടാൻ തയ്യാറാകണം. കഷ്ടം സഹിക്കാൻ തയ്യാറാകണം. നഷ്ടം സഹിക്കാൻ തയ്യാറാകണം. മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുമായിരിക്കാം. ഞാൻ അവിടെ നിന്ന് വിട്ടുമാറിയാൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുമായിരിക്കാം. നാം പിടിച്ചിരിക്കുന്നത്, നാം തൊട്ടു നിൽക്കുന്നത് ദൈവ ഇഷ്ടത്തിനാണോ? പലതും നാം ലോകത്ത് ചിന്തിക്കും, ചുറ്റുപാടുകളിലേക്ക് നോക്കും. ഞാൻ ഇവിടെ തൊട്ട് നിന്നാലേ, ഇവിടെ പിടിച്ചു നിന്നാലേ എനിക്ക് ഇന്ന നേട്ടങ്ങൾ കിട്ടുകയുള്ളൂ. എൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമല്ലേ? സമൂഹത്തിൽ ഒരു പേരും ഒരു പ്രശസ്തിയും ഒരു അംഗീകാരമൊക്കെ കിട്ടാൻ ഞാൻ ഈ കൂടെ നിന്നാലേ പറ്റുകയുള്ളൂ, ഇവിടെയൊക്കെ കൂടെ നിന്നാലേ പറ്റുകയുള്ളൂ. സ്നേഹിത, ചിന്തിച്ചു നോക്കുക. അതിൽ പിടിച്ചു നിന്നാൽ ദൈവ ഇഷ്ടം നിറവേറുമോ? അത് ദൈവത്തിന് ഇഷ്ടമാണോ? താൽക്കാലികമായ സുഖങ്ങൾ നഷ്ടപ്പെട്ടേക്കാം, നേട്ടങ്ങൾ നഷ്ടപ്പെട്ടേക്കാം, ഭൗതികമായ പലതും നഷ്ടപ്പെട്ടേക്കാം, ഒറ്റപ്പെട്ടു പോയേക്കാം, നിന്നേൽക്കേണ്ടി വന്നേക്കാം. എന്നാൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. അവൻ മുറുകെ പിടിക്കാവുന്ന പലതിനെയും വിട്ടു. മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാവുന്ന പലതിനോടും
യാത്ര പറഞ്ഞ് പലതിൻ്റെയും പിടിവിട്ട് ദാസരൂപമെടുത്തു. അവൻ പിടിവിട്ട് ഒരു മനുഷ്യനായി മാറി, ദൈവം മനുഷ്യനായി മാറി. അനുസരണം, അവൻ്റെ ഇഷ്ടം ചെയ്യുവാനുള്ള അനുസരണം. കാളയുടെ അനുസരണമെന്ന മുഖം, സ്വഭാവത്തിലെ അനുസരണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പലതിൽ പിടിവിടുവാൻ നാം ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട്, ആരെല്ലാം സമർപ്പിക്കുന്നുണ്ട്. അനുസരണം. രണ്ടാമത്തെ ഗുണം, യജമാനന്റെ ഇഷ്ടം ചെയ്യാൻ പുറപ്പെടുന്നതാണ് കാളമുഖം, കാളയുടെ സ്വഭാവം. യജമാനന്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവ ഇഷ്ടം ചെയ്യുക. ദൈവ ഇഷ്ടം ചെയ്യുന്നതിൽ നാം പൂർണ്ണപ്പെടണം. എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൈവ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുവാൻ നമുക്ക് വായിച്ച് കേൾക്കാം. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറഞ്ഞു. ദൈവ ഇഷ്ടം ചെയ്യുവാൻ പുസ്തക ചുരുളുകളിൽ എഴുതപ്പെട്ടവൻ, പുസ്തക ചുരുളുകളിൽ അവനെക്കുറിച്ച് എഴുതി വച്ചിരുന്നു. പ്രവാചകന്മാർ അവനെക്കുറിച്ച് എഴുതി വച്ചിരുന്നു. എൻ്റെ ദൈവമേ, ഇതാ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ. യേശു ഭൂമിയിലേക്ക് വരുവാൻ തയ്യാറെടുക്കുമ്പോൾ ഇപ്രകാരം പറയുകയാണ്, എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. നീ എനിക്കൊരു ശരീരം തന്നിരിക്കുന്നു. ഇതിനു വേണ്ടിയാണ് എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. ഒരു ശരീരം നീ എനിക്ക് തന്നിരിക്കുന്നു. എനിക്ക് നിങ്ങൾക്കും ദൈവം ഒരു ശരീരം തന്നിരിക്കുന്നു. എൻ്റെ ഈ ശരീരം എൻ്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല. ഈ ഒരു തിരിച്ചറിവ് നമുക്കെല്ലാം ഒന്നും ഉണ്ടായെങ്കിൽ, ഞാൻ ഇന്നായിരിക്കുന്ന ഈ ശരീരം, എൻ്റെ ഈ ശരീരം എനിക്ക് തന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം ചെയ്യുവാനല്ല, എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനല്ല. ഈ ശരീരം ദൈവ ഇഷ്ടം ചെയ്യുവാനായി ഒരുക്കപ്പെടണം. ഒരു ശരീരം നീ എനിക്ക് തന്നിരിക്കുന്നു. ഇതാ ഞാൻ വരുന്നു, ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ദൈവം തന്ന ഈ ശരീരം നമുക്ക് തോന്നിയതുപോലെ നടക്കാനല്ല. നമ്മുടെ ശരീരത്തിലേക്ക് നോക്കി നാം ഓരോരുത്തരും ദൈവം നമുക്ക് തന്ന നമ്മുടെ ശരീരത്തിലേക്ക് നോക്കി, നാം കണ്ണാടിയിൽ നോക്കി നാം ദൈവത്തോട് പറയണം, ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. നീ എനിക്ക് തന്ന ഈ ശരീരത്തിൽ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കി, കണ്ണാടിയിൽ നോക്കി നാം ദൈവത്തോട് പറയണം, ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ എനിക്ക് കൊതിയാണ് എന്ന്. നീ എനിക്ക് തന്ന ഈ ആയുസ്, ഈ ഭൂമിയിൽ എനിക്ക് തന്ന ഈ ആയുസ്, എൻ്റെ ഈ ജീവിതം നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ കൊതിക്കുന്നു കർത്താവേ. എനിക്ക് കൊതിയാണ്. ഓരോ ദിവസവും കണ്ണാടിയിൽ നിന്നുകൊണ്ട്, കർത്താവേ, നീ തന്ന ഈ ശരീരം, നീ തന്ന എൻ്റെ കണ്ണുകൾ,
നീ തന്നതായ എൻ്റെ ചെവികൾ, നീ തന്നതായ എൻ്റെ നാവ്, നീ തന്നതായ എൻ്റെ കൈകൾ, എൻ്റെ കാലുകൾ. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ എനിക്ക് കൊതിയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഈ ശരീരം മുഴുവനും ദൈവ ഇഷ്ടത്തിനായി ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ഡ്രസ്സിങ് ദൈവ ഇഷ്ടത്തിനായി ഉള്ളതായിരിക്കണം. നമ്മുടെ വാക്കുകൾ ദൈവ ഇഷ്ടപ്രകാരമായിരിക്കണം. നമ്മുടെ നടപ്പ്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ നോട്ടം, നാം കേൾക്കുന്ന കാര്യങ്ങൾ, ഇവയെല്ലാം ദൈവം ഇഷ്ടപ്പെടുന്നത് മാത്രമായിരിക്കണം. ദൈവ ഇഷ്ടത്തിനായി നാം ഏൽപ്പിച്ചു കൊടുക്കണം. അതിന് തയ്യാറുണ്ടോ? ഇനിയുള്ള കാലം ദൈവ ഇഷ്ടത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സാണോ? പൂർണ്ണമായി നാം തയ്യാറാണോ? അവൻ്റെ മണവാട്ടിയാവണമെങ്കിൽ, അവൻ്റെ മടങ്ങി വരണമെങ്കിൽ, എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ വരണമെങ്കിൽ ദൈവേഷ്ടപ്രകാരം ജീവിച്ചേ മതിയാവൂ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം നിൽക്കണം. അവർക്ക് മാത്രമേ അവൻ്റെ രാജ്യത്തിൽ പങ്കുള്ളൂ. മത്തായിയുടെ സുവിശേഷം 7-21 വാക്യം. മത്തായിയുടെ സുവിശേഷം 7-21 വാക്യം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നത്. ദൈവ ഇഷ്ടം ചെയ്ത് അതിൻ്റെ പൂർണ്ണതയിലെത്തിയപ്പോൾ തൻ്റെ ഈ ഭൂമിയിലെ ജീവിതം മുഴുവൻ മാറിപ്പോകാൻ ഒരു ക്ഷണം ഉള്ളിൽ ഒരു ക്ഷണം താങ്ങാൻ പറ്റാതെ ഒന്ന് പറഞ്ഞെങ്കിൽ ആ ക്ഷണം തന്നെ എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം. ദൈവ ഇഷ്ടം ചെയ്ത് അതിൻ്റെ പൂർണ്ണതയിലെത്തിയപ്പോൾ, ദൈവ ഇഷ്ടമെല്ലാം നിവർത്തിച്ചു കഴിഞ്ഞപ്പോൾ പുത്രൻ ക്രൂസിൽ കടന്നുകൊണ്ട് പറഞ്ഞു, സകലവും നിവൃത്തിയായി, എല്ലാം ഞാൻ ചെയ്തു. അവനൊരു ശരീരം തന്നു, മനുഷ്യനായി ഞാൻ വന്നു, എല്ലാം നിവൃത്തിയായി. രക്ഷയുടെ എല്ലാം നിവൃത്തിയായി. എല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ കടന്നുകൊണ്ട് സകലവും നിവൃത്തിയായെന്ന് പറഞ്ഞ്, സകലവും നിവൃത്തിയായെന്ന് പറഞ്ഞ് അവൻ ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കാളമുഖം യജമാനന്റെ ഇഷ്ടം ചെയ്യുന്നതിൻ്റെ പൂർണ്ണത, ദൈവ ഇഷ്ടം ചെയ്യുവാൻ നമുക്കും ഒരു ശരീരം തന്നിരിക്കുന്നു. ദൈവ ഇഷ്ടം ചെയ്ത് ഒരു നാൾ സകലവും നിവൃത്തിയായെന്ന് പറഞ്ഞ് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. ഈ ആയുസ് ഇത്ര കൊതിയേ ഉള്ളൂ. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ ഇഷ്ടപ്രകാരം നടന്ന് ഒരു ദിനം മുഴുവൻ നിവൃത്തിയായെന്ന് പറഞ്ഞ് നിന്റെ ഇഷ്ടപ്രകാരം നടന്ന എൻ്റെ ജീവിതം സകലവും നിവൃത്തിയായെന്ന് പറഞ്ഞ് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. പൗലോസ് അങ്ങനെയായിരുന്നല്ലോ. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇപ്പോൾ ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. അനുസരണം, ദൈവ ഇഷ്ടം ചെയ്യുന്ന യജമാനൻ്റെ ഇഷ്ടം ചെയ്യാൻ ഉള്ളതായ ആ സമർപ്പണം. മൂന്നാമത്തെ കാര്യം ഭാരം ചുമക്കുക എന്നുള്ളതാണ്. ഭാരം ചുമക്കുക. കാളവണ്ടി വലിക്കുന്നതായ കാളവണ്ടിയുടെ മുഖം വയ്ക്കുവാൻ കാള അതിൻ്റെ കൊമ്പ് കുനിച്ചു കൊടുക്കുന്നത് പോലെ, ആ കാളവണ്ടിയുടെ മുഖം ചുമക്കുവാൻ കാള കൊമ്പ് കുനിച്ചു കൊടുക്കുന്നത് പോലെ നമ്മുടെ ചുമല് വെച്ച് കൊടുക്കണം. മനസ്സുണ്ടോ? വാക്കുകൾ നിർത്താൻ പോവുകയാണ്. തയ്യാറാണോ? ഭാരം ചുമക്കുക. നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം. അവിടെ തെക്കോവ്യരെ കുറിച്ച് പറയുകയാണ്. എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. തെക്കോവ്യരെ കുറിച്ച് പറയുന്ന വാക്കുകളാണ്. എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല.
ഇന്ന് തെക്കോവ്യരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? തെക്കോവ്യരുടെ വാക്കുകളാണ്. അവരുടെ ശ്രേഷ്ഠന്മാർ തെക്കോവ്യരെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. തെക്കോവ്യരാരെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടോ? ദൈവങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കും, കൂട്ടായ്മയുടെ മുന്നിൽ വന്ന് നിൽക്കും, ആത്മീയ പ്രസ്ഥാനങ്ങളുടെയും ആത്മീയ രംഗങ്ങളുടെയും എല്ലാം മുന്നിൽ വന്ന് നിൽക്കും. വേലയ്ക്ക് തോള് കൊടുക്കില്ല, വേലയ്ക്ക് ചുമൽ കൊടുക്കില്ല. ദൈവത്തിന് സ്തോത്രം. സ്വന്തം കാര്യങ്ങൾക്കും സ്വന്തം ഇഷ്ടങ്ങൾക്കും സ്വന്തം പേരിനും സ്വന്തം പ്രശസ്തിക്കും എല്ലാം വന്ന് നിൽക്കും. എന്നാൽ ഒരു കാളമുഖം അനുസരണം, അത് കൊമ്പ് കുനിച്ച് കാളവണ്ടിയുടെ മുഖം വയ്ക്കാൻ തോള് കൊടുക്കുന്നത് പോലെ ദൈവവേലയ്ക്ക് ചുമൽ കൊടുത്ത്, ദൈവത്തിന് സ്തോത്രം, ഭാരം വഹിക്കുന്ന കാളയ്ക്ക് സമാനമായ ഒരു പ്രാർത്ഥനാ ജീവിതം, ഭാരം വഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. ശരീരത്തിൻ്റെ അധ്വാനം. ഇന്ന് പലർക്കും റിസ്ക് സഹിക്കാൻ മനസ്സില്ല. ഗലാത്യലേഖനം 6-ാം അധ്യായം 2-ാം വാക്യം നാം വായിക്കുന്നുണ്ട്, അശക്തരുടെ ബലഹീനത ചുമക്കണമെന്ന്. ഞാൻ നിർത്തട്ടെ. അശക്തരുടെ ബലഹീനത ചുമക്കണം. നാം അന്യോന്യം ഭാരങ്ങളെ ചുമക്കുന്നവരാകണം. കാളമുഖം, സ്വഭാവത്തിൻ്റെ പൂർണ്ണത, അനുസരണം, ദൈവ ഇഷ്ടം ചെയ്യുക, ഭാരം വഹിക്കുക. ഇനിയും കഴുമുഖം കൂടെ ഉണ്ട്. ദൈവം കരുതിരുന്നുവെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. മനുഷ്യമുഖവും സിംഹമുഖവും കാളമുഖവും നമ്മുടെ സ്വഭാവത്തിൻ്റെ പൂർണ്ണതയായി അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരു വാക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അവിടുത്തെ മടങ്ങി വരവെങ്കിൽ പൂർണ്ണപ്പെട്ട സഭയിൽ ഞങ്ങൾക്ക് ചേർന്ന് നിൽക്കുവാൻ, അംഗമാകുവാൻ, അവിടുത്തെ മണവാട്ടിയായി ഒരുങ്ങുവാൻ ഞങ്ങൾക്ക് തന്ന ജീവൻ്റെ വചനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാം മഹത്വപ്പെടുന്നെടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. ആശീർവാദത്തോടെ ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിന് സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.